നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 2 മരണം, മരിച്ചത് 3 വയസ്സുകാരിയും മുത്തശ്ശിയും. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം, ചെടികളും നശിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ വികസനം മുരടിപ്പാണെന്നാരോപിച്ച് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ഏകദിന ഉപവാസ സമരം. വിശദമായ വാർത്തകളിലേക്ക്. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 2 മരണം. വാട്ടർഫോൾ എസ്റ്റേറ്റിൽ കാടർപ്പാറയ്ക്ക് സമീപമാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. 55 വയസ്സുള്ള അസാല, 3 വയസ്സുള്ള ഹേമശ്രീ എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3:30 വീടിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാവുകയായിരുന്നു. വാതിൽ തകർത്ത് അകത്തു കയറി ആദ്യം കുട്ടിയെ ചവിട്ടുകയും പിന്നീട് 55-കാരിയെ ആക്രമിക്കുകയുമായിരുന്നു. വീടിന്റെ ജനലിൽ ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കിയതായിരുന്നു അസാല. കുഞ്ഞും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അസാലയെ കണ്ടതോടെ ആന ഇവരെ തള്ളി ആക്രമിക്കുകയായിരുന്നു. ഇതോടെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് താഴെ വീണു. കുഞ്ഞിന് ചവിട്ടിയ ശേഷം ആന അസാലയെയും ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ കുഞ്ഞ് തൽക്ഷണം മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അസാലയെ വാൽപ്പാറ GH കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല. പാലപ്പിള്ളിയിൽ കാട്ടാന പ്രസവിച്ചു. പാലപ്പിള്ളി ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി. പാലപ്പിള്ളിയിൽ കാട്ടാന പ്രസവിച്ചു. പുതുക്കാട് എസ്റ്റേറ്റിൽ വെച്ച് രാവിലെ 7 മണിയോടെയാണ് കാട്ടാന പ്രസവിച്ചത്. 10ഓളം ആനകൾ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. രാവിലെ പുല്ല് വെട്ടാനെത്തിയ തൊഴിലാളികൾ പണി ആരംഭിച്ചപ്പോൾ മെഷീനുകളുടെ ശബ്ദം കേട്ട് ആനകൾ ചിഹ്നം വിളിച്ചു. തുടർന്ന് തൊഴിലാളികൾ നടത്തിയ അന്വേഷണത്തിലാണ് ആന പ്രസവിച്ചതായി കണ്ടെത്തിയത്. രാവിലെ 9:30ഓടെ കാട്ടാനക്കൂട്ടം കുട്ടിയാനയുമായി കാടുകയറി. പാലപ്പിള്ളി ഫോറസ്റ്റ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. മാള സ്വദേശിയാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് 51 ദിവസത്തിനു ശേഷമാണ് OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ദേശീയ നേതൃത്വം നിയമിച്ചത്. ബിനു ചുള്ളിയലിനെ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചു. അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സ്കൂൾ PTA-യും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പരിപാലിച്ചിരുന്ന ചെടികൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. സ്കൂൾ കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന 50ഓളം ചെടിച്ചട്ടികൾ നിലത്തെറിഞ്ഞുടയ്ക്കുകയും ചെടികൾ നശിപ്പിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാവിലെ സ്കൂൾ അധികൃതർ സ്ഥലത്തെത്തിയതോടെയാണ് സംഭവം അറിയുന്നത്. തുടർന്ന് സ്കൂൾ അധികൃതർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. സ്കൂളില് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആരോ വന്ന നമ്മുടെ കുട്ടികള് വളരെ കാര്യമായിട്ട് സംരക്ഷിച്ചു വരുന്ന ചെടിച്ചട്ടികളും കാര്യങ്ങളെല്ലാതും തല്ലി പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. അതിനെതിരെ നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് അവർ അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. കുട്ടികളെല്ലാവരും വന്നപ്പോൾ വളരെ വിഷമാവസ്ഥയിലാണ്. കാരണം അവർ വളരെയധികം താല്പര്യത്തോടുകൂടി വളർത്തിയിരുന്ന ചെടികളായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഏകദേശം ഒരു വൈകിട്ട് 5:30-ക്കാണ് ഈ ഒരു അക്രമം ഈ സ്കൂളിൽ നടത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ തോതിലൊക്കെ ആക്രമണം നടത്തിയിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതല്ല. ഈ സ്കൂള് ഏകദേശം ഒരു 120 വർഷത്തോളമായിട്ട് ഈ സ്കൂള് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ്. ഇരിഞ്ഞാലക്കുട ഉപജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നടത്തുന്ന സ്ഥാപനം കൂടിയാണത്. വിദ്യാഭ്യാസത്തിന് പുറമെ തന്നെ കായികപരമായ എല്ലാ കാര്യങ്ങളിലും ഈ സ്കൂള് മുൻപന്തിൽ നിൽക്കുന്നതാണ്. അപ്പൊ ഈ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കൂടിയാണോ ഇത്തരം അക്രമം അഴിച്ചുവിട്ടെന്ന് കൂടി ഞങ്ങൾക്ക് സംശയമുണ്ട്. KK രാമചന്ദ്രൻ MLA സ്കൂൾ സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, CPIM ചെങ്ങാലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC സുബ്രൻ, PTA പ്രസിഡന്റ് സജീവൻ കോമത്തുകാട്ടിൽ, സ്കൂൾ പ്രധാനാധ്യാപിക എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷെയ്ഖ് മാഹീൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ,
പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, സ്കൂൾ പ്രധാനാധ്യാപിക MP ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33.5 ലക്ഷം രൂപ ചിലവിലാണ് അത്യാധുനിക ടോയ്ലറ്റ് ബ്ലോക്കും 23 ലക്ഷം രൂപ ചിലവിൽ ചുറ്റുമതിലിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ EK സദാശിവൻ, ഷീല ജോർജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ബിന്ദു ബഷീർ, അഷ്റഫ് ചാലിയത്തൊടി, റോസ്ലി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷീല ശിവരാമൻ, ബനസീർ മൊയ്തീൻ, വിജിത ശിവദാസൻ, VA റഷീദ്, അജിത സുധാകരൻ, പുഷ്പാകരൻ ഒറ്റാലി, കുടുംബശ്രീ ചെയർപേഴ്സൺ ശാരദ കുമാരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TP വിജയൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KJ ഡിക്സൺ, ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, പത്രോസ് അമരത്തുപറമ്പിൽ, ഡേവിസ് വില്ലടത്തുകാരൻ, പഞ്ചായത്ത് സെക്രട്ടറി P ഷെജി തോമസ്, അസിസ്റ്റന്റ് സെക്രട്ടറി PR ലൌലി, റിസോഴ്സ് പേഴ്സൺ TB സജിത എന്നിവർ സന്നിഹിതരായി. വികസന സദസ്സിന്റെ ഭാഗമായി പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളുടെ പ്രദർശനവും വനം വകുപ്പിന്റെ വനശ്രീ സ്റ്റാൾ, കുടുംബശ്രീയുടെ SVEP സ്റ്റാൾ, K സ്മാർട്ട് ക്ലിനിക്, വരന്തരപ്പള്ളി കൃഷിഭവന്റെ തൈകളുടെ പ്രദർശനം, വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സൗജന്യ മെഡിക്കൽ പരിശോധന എന്നിവയും സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ഹരിതകർമ്മസേന പ്രവർത്തകരെ പഞ്ചായത്ത് ആദരിച്ചു. തുടർച്ചയായി 9 വർഷമായി നമ്മുടെ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകം പ്രവർത്തനം. എത്ര ആളുകൾക്കാ നമുക്ക് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വീട് കൊടുക്കാൻ കഴിഞ്ഞ്? ഗ്രാമപഞ്ചായത്തിൽ ലിസ്റ്റിൽ നിന്ന് കല്ലിപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് യാതൊരുവിധ ദുർബലം നൽകാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ ഒരു വീടിലൊരു മുൻഗണനയിൽ ഒരാളെ മാറ്റാൻ കഴിയില്ല. ഗ്രാമസഭകൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുള്ള ജനാധിപത്യപരമായ രാജ്യത്ത് വിതരണം ചെയ്യുന്ന വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 4 ദിവസമായി നടന്നു വരുന്ന വികസന സദസ്സിന്റെ സമാപന ദിവസമാണിത്. 3 ദിവസങ്ങളിലായി നമ്മളിവിടെ ഒട്ടേറെ വികസന പദ്ധതികൾ ഇവിടെ നടത്തി വന്നിരുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ വികസന മുരടിപ്പാണെന്നാരോപിച്ച് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. DCC വൈസ് പ്രസിഡന്റ് ഷിജു വെളിയത്ത് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി മുഖ്യാതിഥിയായിരുന്നു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിഷേധ പരിപാടിയോടനുബന്ധിച്ച് ബിജു കുന്നേൽ പഞ്ചായത്തിനെതിരെ കുറ്റപത്ര സമർപ്പണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി, ഡേവിസ് അക്കര, P ഗോപാലകൃഷ്ണൻ, രഞ്ജിത്ത് കൈപ്പിള്ളി, ഔസേബ് ചെരടായി, മണ്ഡലം സെക്രട്ടറി തങ്കച്ചൻ എടത്തനാൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജോജോ പിണ്ടിയാൻ, KR രാധിക, സുഹറ മജീദ്, രജനി ഷിനോയ് എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന വികസന സദസ്സിൻ്റെ ഒരു ചർച്ചയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോൺഗ്രസ് ഈ ഉപവാസ സമരം നടത്തുന്നത്. 4 വർഷത്തെ വികസനത്തിൻ്റെ ചർച്ചയാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. ഇവിടെ എന്ത് വികസനം നടക്കും എന്നുള്ളത് നിങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. പഞ്ചായത്ത് പദ്ധതി വിഹിതം വയ്ക്കുകയും യഥാസമയങ്ങളിൽ അതിന് വേണ്ടതായ പരിപാടികൾ ചെയ്യാതെ മനഃപൂർവ്വം നേരത്തെ ആവശ്യം പ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശമുള്ള സംശയം പദ്ധതികൾക്കുള്ള പരിപാടി പദ്ധതി ലാഭ്യമാക്കുക കോടിക്കണക്കിന് രൂപ സർക്കാരിൽ തിരിച്ചു കൊടുക്കും. ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം നാടിന്റെ വികസനത്തിന് വേണ്ടി. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞു. 40 വയസ്സായിരുന്നു. ഉച്ചയോടെയാണ് ഗുരുവായൂർ ആനത്താവളത്തിൽ വെച്ച് അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ആന ചെരിയുകയും ചെയ്തത്. കഴിഞ്ഞ വർഷം കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ കൂട്ടാനയുടെ കുത്തേറ്റിരുന്നു. പരിക്ക് ആഴത്തിലുള്ളതായിരുന്നു. വളരെ നാളത്തെ ചികിത്സയും ആനയ്ക്ക് നൽകി. പിന്നീട് ക്ഷീണിതനായിരുന്നു കൊമ്പൻ. കുറച്ചുനാളായി വിശ്രമത്തിലുമായിരുന്നു. ഉത്സവപ്പറമ്പുകളിൽ ഏറെ ആരാധകരുള്ള ആനകളിൽ ഒന്നാണ് ഗുരുവായൂർ ഗോകുൽ. ഗുരുവായൂർ ആനയോട്ടത്തിലും ജേതാവായിട്ടുണ്ട്.
ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതി 2025 ഉൾപ്പെടുത്തി ജില്ലയിലെ വിവിധ ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കരയിൽ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ KV ഷാജു, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ C സീമ എന്നിവർ സന്നിഹിതരായി. ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ഭാഗമായി തേക്കിൻകാട് മൈതാനിക്ക് ചുറ്റും സ്വരാജ് റൌണ്ടിൽ സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും സംയുക്തമായി റൌണ്ട് ദി റൌണ്ട് വാക്കത്തോൺ നടത്തി. മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സഹൃദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജർ മോൺസിഞ്ഞർ വിൽസൺ ഈരത്ര ലഹരി വർജന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എക്സൈസ് വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ AR നിഗേഷ്, വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ്, സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജിനോ ജോണി, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ക്ഷത്രിയ ക്ഷേമ സഭയുടെയും സാമന്ത സമാജത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നന്ദിപുലത്ത് വച്ച് യുവപ്രതിഭകളുടെ കലാസാംസ്കാരിക സംഗമം നടത്തി. മാധുകുമാർ വർമ്മ, ബാലകൃഷ്ണ ഏറാടി തുടങ്ങിയവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഏറാടി അധ്യക്ഷനായി. ക്ഷത്രിയ ക്ഷേമസഭ ജനറൽ സെക്രട്ടറി മധുകുമാർ വർമ്മ മുഖ്യാതിഥിയായിരുന്നു. വേണുഗോപാൽ കർത്ത, സമാജം രക്ഷാധികാരി പ്രൊഫസർ ഗോകുലചന്ദ്രൻ, സിനിമാ സംവിധായകൻ മേലാറ്റൂർ രവിവർമ്മ, ക്ഷത്രിയ ക്ഷേമസഭ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുധീർ വർമ്മ, സമാജം ജനറൽ സെക്രട്ടറി ഗോപി നെടുങ്ങാടി, ജോയിന്റ് സെക്രട്ടറി VM ഗീത തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷേത്ര സംരക്ഷണത്തിനും ആചാര സംരക്ഷണത്തിനുമായി 2 സംഘടനകളും ഒന്നിച്ചു പ്രവർത്തിക്കുവാൻ യോഗം തീരുമാനിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വായനശാലകൾ ഗൃഹാങ്കണങ്ങളിലേക്ക്, നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി പിറവി കലാസാംസ്കാരിക വേദി ആൻഡ് വായനശാല നാടിപ്പാറയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. PK കൃഷ്ണൻകുട്ടിയുടെ വസതിയിൽ നടന്ന വീട്ടുമുറ്റ സദസ്സ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് VS സുബീഷ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ, നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ, PK കൃഷ്ണൻകുട്ടി, വായനശാല സെക്രട്ടറി NP അഭിലാഷ്, മഞ്ജു സജി എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട സബ് ജില്ലാ ശാസ്ത്രമേളയിൽ പുതുക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത ചന്ദ്രനിൽ നിന്നും സെന്റ് ആന്റണീസ് പ്രിൻസിപ്പൽ ടോബി തോമസ്, കൺവീനർ EJ ഷീന, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് ട്രോഫി ഏറ്റുവാങ്ങി. കൽപ്പറമ്പ് BVMHS സ്കൂളിൽ വച്ചായിരുന്നു മത്സരം നടന്നത്. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ആവിഷ്കരിച്ച വീട്ടുമുറ്റത്തെ സദസ്സ് പാഴായിയിൽ സംഘടിപ്പിച്ചു. പാഴായി നൊട്ടശ്ശേരി സന്തോഷിന്റെ വസതിയിൽ നടന്ന പരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടത്തി. റോളർ സ്കേറ്റിംഗ് 3000 മീറ്റർ ഇനത്തിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ N സായുജിനെയും അഖില കേരള കോളേജ് തലത്തിൽ ക്വിസ് മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ MR ശ്രീരാഗിനെയും ചടങ്ങിൽ ആദരിച്ചു. വായനശാല പ്രസിഡന്റ് സനൽകുമാർ, സെക്രട്ടറി പ്രഹ്ലാദൻ, മുൻ സെക്രട്ടറിയും മേഖലാ കൺവീനറുമായ NV ഹരിദാസ് എന്നിവർ സംസാരിച്ചു. BDS ബിരുദം കരസ്ഥമാക്കിയ കിഴക്കേക്കോടാലി സ്വദേശിനി പോപ്പി ശശികുമാറിനെ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പൊന്നാടയണിയിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് ഉപഹാരം നൽകി. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, ഗോപാലകൃഷ്ണൻ മാടപ്പാട്ട്, കുട്ടൻ പുളിക്കലാൻ, AC ജോസ്, സുനിൽ മൂലക്കാടൻ, ഉണ്ണികൃഷ്ണൻ കോളാശ്ശേരി, അൻഷാദ്, CP മണി, അമ്മിണി കയ്യോളിപ്പറമ്പിൽ എന്നിവർ സന്നിഹിതരായി. ശരിയമ്പറമ്പിൽ ശശികുമാറിന്റെ മകളാണ് പോപ്പി. റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. സ്വർണ്ണവില 92,000-ലേക്ക് അടുക്കുകയാണ്. തിങ്കളാഴ്ച ഒരു പവന് 240 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 91,960 രൂപയായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിലവിൽ സ്വർണ്ണവില. 11,495 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ നിരക്ക്. ഒക്ടോബർ 8-നാണ് സ്വർണ്ണവില 90,000 കടന്നത്. തൊട്ടടുത്ത ദിവസം 91,000-ലേക്ക് കടന്ന് സ്വർണ്ണവില കുതിക്കുന്നതാണ് കണ്ടത്.
അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വിലവർധനയ്ക്ക് കാരണമെന്ന് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഇനി കാണാം ഇൻഫോടോക്ക്. നിരവധി ആരോഗ്യ ഗുണങ്ങളടങ്ങിയ ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജീരകം. വിറ്റാമിനുകൾ, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ഫൈബർ, ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ ജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീരകവെള്ളം കുടിക്കുന്നത് അസിഡിറ്റി, ഗ്യാസ് കെട്ടി വയറ് വീർത്തിരിക്കുക തുടങ്ങിയ അവസ്ഥകളെ തടയാനും ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ജീരകവെള്ളം കുടിക്കുന്നത് കരളിലെയും വൃക്കകളിലെയും വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. ജീരകത്തിൽ പൊട്ടാസ്യം, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ദിവസവും രാവിലെ വെറും വയറ്റിൽ ജീരകവെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ജീരകം ഉയർന്ന രക്തസമ്മർദ്ദത്തെ തടയാനും സഹായിക്കും. കൂടാതെ ജീരകവെള്ളം കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയാനും ജീരകവെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ്. രാവിലെ വെറും വയറ്റിൽ ജീരകവെള്ളം കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കും. ജീരകത്തിലെ നാരുകൾ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് ചെറുക്കുന്നു. ജീരകവെള്ളത്തിൽ കലോറിയും കുറവാണ്. നിർജ്ജലീകരണത്തിന് തടയാനും ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. സ്ട്രെസ് കുറയ്ക്കാനും മാനസികാരോഗ്യം സംരക്ഷിക്കാനും ഇവ സഹായിക്കും. അതുപോലെ തന്നെ ചർമ്മത്തിന്റെയും തലമുടിയുടെയും ആരോഗ്യത്തിനും ജീരകവെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും. കാലാവസ്ഥ. കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. KKS ഗവൺമെന്റ് ITI മാള 2025 വിവിധ ട്രേഡുകളിലായി ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നു. മുൻപ് അപേക്ഷിച്ചവർക്കും പുതിയതായി അപേക്ഷ സമർപ്പിക്കുവാൻ താൽപര്യമുള്ളവർക്കും ഒക്ടോബർ 15 മുൻപായി അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ITIയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048028931227. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,495 രൂപ, പവന് 91,960 രൂപ. പറപ്പൂക്കര മുത്രത്തിക്കര മങ്കുഴി വാസു അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിനയയാണ് ഭാര്യ. സരള, പീതാംബരൻ, കരുണാദാസ്, പ്രശാന്ത്, സുഷൻ എന്നിവർ മക്കളും. തങ്കപ്പൻ, അമ്പിളി, പ്രേംജ, സുഗന്ധി, ജിനി എന്നിവർ മരുമക്കളുമാണ്. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം പ്ലാക്കൂട്ടം ലൂക്കോസ് ഭാര്യ മേഴ്സി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. മീന, ജിജി, ജെയ്മ, ജോസ് എന്നിവർ മക്കളും. റോയ്, മോട്ടി, ലീന, പരേതനായ രാജൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 2 മരണം. മരിച്ചത് 3 വയസ്സുകാരിയും മുത്തശ്ശിയും. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ചെടികളും നശിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ വികസനം മുരടിപ്പാണെന്നാരോപിച്ച് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ഏകദിന ഉപവാസ സമരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.